ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിന്റെ 1 ബ്ലോക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും, എപ്പോഴത്തെ പോലെ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ബേസിൽ വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സാധനം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രീ ഫാമിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ നമ്മളിവിടെ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊന്ന ഈ സ്പൈഡേഴ്സിൻ്റെ ഒക്കെ സ്ട്രിങ് വെച്ചിട്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. അത്രയാണ് ഇന്ന് ഉണ്ടായ മാറ്റങ്ങൾ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മരം നടണം. അതുപോലെ തന്നെ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇപ്പം നിലവിൽ ഈ വുഡ് സ്ലാബ് വെച്ചിട്ട് ഡർട്ട് വെച്ച് ഫില്ല് ചെയ്തിട്ടൊരു ഗ്രാസ് ഏരിയ ആക്കണം. അതാണ് എൻ്റെ ടാർഗറ്റ്. പക്ഷെ അത് ഇന്നൊന്നും നടക്കൂല, കാരണം ഞാൻ ഓൾറെഡി ഫുള്ള് ഡർട്ട് സ്ലാബ് വെച്ചിട്ട് ഫുള്ള് ഇതാക്കിപ്പോയി. അപ്പോൾ അത് നമുക്ക് മാറ്റാം. പക്ഷെ അത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കില്ല, അടുത്ത വരുന്ന എപ്പിസോഡിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാപ്ലിംഗ് നടുക. അതായത് ബെർച്ചുണ്ട്, ഓക്കുണ്ട് ആൻഡ് പേഴ്സ് ഉണ്ട്. ഇത് മൂന്നുമാണ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ ഓക്ക് തന്നെയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഡർട്ടാണ്. ഡർട്ട് എവിടെയാന്ന് നോക്കട്ടെ. ഡർട്ട്, ഓ മൈ ഗോഡ്, നമുക്ക് രണ്ടേ ഡർട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുണ്ട്. പിന്നെ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡ് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഈ ഫാമിൻ്റെ അത് നമ്മൾ വെച്ചിരുന്നത് സ്ലാബ് തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, ഞാൻ ഈ ഷീപ്പിനെ ഞാൻ ഷിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ച് ഇത് വളരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാസ് വേണം. അപ്പോൾ ഗ്രാസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡർട്ട് വെച്ചത്. ഗ്രാസ് ഓൾറെഡി എൻ്റെ ടെസ്റ്റിലുണ്ട്, പക്ഷെ ഇപ്പം വെക്കേണ്ട വിചാരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡർട്ട് വേണം. ഡർട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡർട്ട് മൈനിട്ടെ ഗൈസ്. പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ഐഡിയ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ പൊളിച്ചിട്ട് നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഫെൻസ് ഇത് അടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ അടിയിൽ നിന്ന് മൈൻ ചെയ്യലാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മളത് ചെയ്യുമ്പോൾ നിങ്ങൾ സുധി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അടുത്തതിന് കിട്ടി. വെയിറ്റ് പിന്നെ നമുക്ക് ആദ്യം പോയിട്ടൊന്ന് ഉറങ്ങാം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ്. ബൈ എൻ്റെ സ്കിന്ന് ഇപ്പൊ കാണുന്നില്ല. നമുക്ക് മറ്റേ ഒരു ഡിഫോൾട്ട് സ്കിൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്ന് അറിയില്ല, ഞാൻ ഓൾറെഡി സ്കിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ല. എന്താണെന്നറിയില്ല, ഡിസ്പ്ലേ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി കുറച്ചുകൂടെ മൈൻഡ് ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് 15 ഡർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തികയൊന്നും എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കുന്നത് ഏകദേശം 3-4 ബ്ലോക്ക് ഗ്യാപ്പിൽ വേണം ഓരോ ട്രീ നടാൻ. പക്ഷേ 2 ബ്ലോക്ക് ഒരു ബ്ലോക്ക് ഗ്യാപ്പിലായി പോയി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാം. അങ്ങനെ ഓരോ ഗ്യാപ്പ് വിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ബ്ലോക്കും കൂടെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എല്ലാ ഇവിടെ നട്ട് വെച്ചിട്ട് ഞാനിവിടെ സ്പ്രൂസ് വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇനി അടുത്ത് സ്പ്രൂസ് കിട്ടാൻ അവിടെ അത് വെക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ ബുക്സ് വെക്കാം. അപ്പോൾ ഇവിടെ 2 ബുക്സിനും നമുക്കത് അങ്ങനെ വെക്കാം. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഇപ്പോൾ തൽക്കാലം വെക്കുന്നു. ഇനി നമുക്കുള്ള സംഭവം എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന് നമുക്ക് നമ്മൾ മെയിൻ ചെയ്യുന്ന ആ ബ്ലോക്കിൻ്റെ ഒരു ഇത് നമുക്ക് സെക്ഷൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ 2 നമുക്ക് ഇതിനെ ബ്രീഡ് ചെയ്ത് നമുക്ക് വേണ്ട ഫുഡിൻ്റെ വേറൊരു മീറ്റ് മാർഗം തന്നെ നമുക്ക് ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് ഇത് വളരണം. അപ്പം നിലവിൽ എൻ്റെ കയ്യിൽ 2 ഉണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കത് ഫുൾ ഗ്രോൺ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ നമുക്ക് ഉണ്ടാക്കാം. ബൈ ഗൈസ്, ഞാൻ ഈ ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് കത്തിരുന്നു. അപ്പോൾ കയ്യിൽ ഒരുപാട് സാധനമില്ലാത്തതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു. ഇതന്ന് ഞാൻ വൂളിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത ഷെയർസാണ്. അപ്പോൾ നമുക്കിനി ഇത് സെറ്റാക്കാം. ഇത് സെറ്റാക്കണമെന്നുണ്ട് ആദ്യം നമുക്ക് നല്ലൊരു പിക്കാക്സ് വേണം. ഇനി നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം.
ഗൈസ് അത് ഫുള്ള് ഞാൻ മൈൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇതും കൂടെ അങ്ങ് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ അതും പൊളിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഫെൻസ് ഇത് മൊത്തം എടുത്ത് ഇങ്ങനെ ഫുള്ളൊന്നും വേണം. ഇതൊന്നും ആദ്യം മാറ്റം ചെയ്യണം. ഞാനത് ഇവിടെ പ്ലേസ് ചെയ്തു. നമ്മുടെ മരമൊക്കെ വളർന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. നമ്മളത് പ്ലേസ് ചെയ്തു. ഇനി നമുക്കുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ വാട്ടർ ബക്കറ്റ് വേണം. ഫുൾ ബ്ലോക്ക് വെക്കണം. എന്നിട്ട് അവിടെ നമ്മൾ വെള്ളം. ഇനി ഞാൻ എൻ്റെ കയ്യിൽ എല്ലാ സമയത്തും തൽക്കാലം ഒന്ന് പെട്ടി വെക്കട്ടെ. കാരണം എന്നെ തന്നെ എനിക്ക് തീരെ ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ബുദ്ധി. തൽക്കാലം നമുക്ക് വേണ്ട കുറച്ച് കോബ്ൽസ്റ്റോൺ എടുത്തേക്കാം. നമ്മൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് പ്ലേസ് ചെയ്യുന്നു. ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അടി പ്ലേസ് ചെയ്യുന്നു. ഇന്ന് പോകുന്നു. ഒരു ബ്ലോക്കും കൂടെ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ പുറത്തോട്ട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ വെള്ളം കോരുന്നു. എന്നിട്ട് നമ്മളത് ഇതിലൊക്കെ അല്ലേ നമ്മളിത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. നമ്മുടെ എന്താണ് സ്ലാബ് എടുക്കുന്നു. നമ്മളത് ഇവിടെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അടിയിൽ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കത് മൈൻഡ് ചെയ്യാനായിട്ട് വേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് അതിന് മുന്നേ നമ്മൾ അതിന് ഉറങ്ങണം. ഓക്കെ, ഇനി നമ്മള് എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റെയർസ് രീതിയിലാക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇനി മരമൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ എല്ലാം മുറിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഡർട്ട് റീപ്ലേസ് ചെയ്യണം. അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷെ പ്രശ്നം വെച്ചിട്ടില്ല, അത്യാവശ്യത്തിൽ ഡർട്ട് ഇല്ല. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡർട്ട് സംഘടിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ഇപ്പൊ മൈൻഡ് ചെയ്തു. അപ്പോഴാണ് പെട്ടെന്ന് അടുത്ത അപ്ഗ്രേഡ് വന്ന് നടന്നത്. വന്നു. അടുത്തത് നമുക്ക് ഐസിന്റെ ബയോമിൽ നിന്നാണ് വരുന്നത്. ചിലപ്പോൾ നമുക്ക് പോളാർ ബിയർ ഒക്കെ ഇവിടെ വന്നിരിക്കും. അതേ സമയം നമുക്ക് ഇതൊക്കെ നമുക്ക് അടുത്ത മൈൻഡ് ചെയ്യാം. നമുക്ക് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ഇതൊന്ന് വെക്കാം. നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലോക്ക് നമ്മുടെ ഇത് കിടക്കട്ടെ. കാരണം ഇതൊന്നും കണക്ട് ആവാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ ഐഡിയ കുറച്ച് നേരത്തെ എൻ്റെ തലയിൽ വരേണ്ടതാണ്. പക്ഷെ എൻ്റെ തലയിൽ വന്നില്ല. എന്ത് ചെയ്യാൻ? ഞാൻ ഇവിടെ സ്റ്റോൺ സ്ലാബ് വെക്കുന്നതായിരിക്കും നല്ലതാണ്. പക്ഷെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് വൃത്തി. കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രാസ് ലാൻഡ് ആണ് വൃത്തി. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യാൻ തന്നെ കാരണം. മനസ്സിലായോ? ഞാൻ ഇവിടെയൊക്കെ മൈൻഡ് ചെയ്ത് വെക്കാം. ഒരു റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇനി ഈ റോ കൂടി ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് നാളെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റോയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നുമില്ല. അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ബൈ.